കഴിഞ്ഞാല് കാക്കയുടെ നിറം. എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോയി പെറ്റ തള്ള സഹിക്കില്ല. ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതി, നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ. പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പൊ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. രാമകൃഷ്ണനെതിരെ അവർ പറഞ്ഞിട്ടുള്ള പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്, വളരെ അപലപനീയാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ. നമസ്കാരം. ബ്രിട്ടീഷുകാർ നാട് വിട്ടിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷേ നമ്മൾക്കിന്നും വെളുത്ത സായിപ്പിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന വിധേയത്വമാണ്. കറുപ്പ് നിറമുള്ളവൻ നമുക്കിന്നും രണ്ടാമനും മാറ്റി നിർത്തപ്പെടേണ്ടവനുമാണ്. കറുത്തവന്റെ കലയും കാക്കയേക്കാൾ മോശവും വിലക്കപ്പെടേണ്ടതുമാണ്. നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമയുടെ അധിക്ഷേപം വീണ്ടും ആവർത്തിച്ചു പറയാൻ അവർക്ക് മടിയില്ലാത്തത് അതിനും കൈയടിക്കാൻ ഈ നാട്ടിൽ പലരുമുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ്. പുറത്തെന്ത് പറഞ്ഞാലും പലരുടെയും ഉള്ളിലിരിപ്പ് കറുത്തവനെ താറടിക്കുന്നതാണെന്ന വിശ്വാസമാണ്. ഗായകനായ ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ച കോളേജ് പ്രിൻസിപ്പലിന്റെ മനോഭാവം എന്തുകൊണ്ടാണെന്ന് ചർച്ച ചെയ്യപ്പെട്ടത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്. അതായത് കറുത്തവന് മാർക്കിടുന്നതിൽ പിശുക്കാകാം എന്ന ചില ധാരണയുടെ പുറത്ത് സംഭവിക്കുന്നവ. ഒറ്റ ചോദ്യമാണ്, ഇതൊരു സത്യഭാമ മാത്രം പറയുന്നതാണോ? നമ്മളടക്കം പലരുടെയും ഉള്ളിലിരിപ്പ് ഇതല്ലേ? തൊലി കറുത്തതാണെന്ന പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഇടങ്ങളില്ലേ, മേഖലകളില്ലേ? ഉറക്കെ പറഞ്ഞില്ലെങ്കിലും അതൊരു 100 തവണ ഉള്ളിൽ വിളിച്ചു പറയുന്ന സന്ദർഭങ്ങളില്ലേ നമുക്ക് ചുറ്റും? അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട് ആ തികഞ്ഞ ധിക്കാരം. കാക്കയുടെ നിറമുള്ള നർത്തകൻ മോഹിനിയാട്ടം ചെയ്യരുതെന്ന് പറയുന്ന, കറുത്ത കുട്ടികൾ മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് പറയുന്ന അതേ ധാർഷ്ട്യം. എവിടെയാണ് നമ്മൾ തിരുത്തി തുടങ്ങുക? ഇനി എന്നാണ് തിരുത്തുക? കറുപ്പിനോട് എന്തിനാണ് വെറുപ്പ്? ചർച്ച ചെയ്യുന്നു. സ്വാഗതം. പാനലിസ്റ്റിൽ ചേരുന്നു തിരക്കഥാകൃത്തും സാമൂഹ്യ നിരീക്ഷകനുമായ വിനു കിരിയത്ത്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, ആക്ടിവിസ്റ്റ് മൃദുല ദേവി, ആക്ടിവിസ്റ്റ് ദിനുവേൽ, ഒപ്പം നർത്തകി സഞ്ജന ചന്ദ്രൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം വിനു കിരിയത്ത്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് കേരളം എന്ന് പറയുന്ന നവോത്ഥാനത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു സംസ്ഥാനം ആദ്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയോ ചെയ്യുന്ന ഒരു വിഷയമാണോ? ഇത് ഒരേ ഒരു സത്യഭാമ മാത്രം വിളിച്ചു പറയുന്ന സംഭവമാണോ? റയറായിട്ടുള്ള വളരെ കുറച്ച് മാത്രം സംഭവിക്കുന്ന ഒരു വിവേചനത്തിന്റെ ബാക്കി പത്രം മാത്രമാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? നമ്മൾ സത്യഭാമ എന്ന് പറയുമ്പോൾ 2 സത്യഭാമയുണ്ട് കേട്ടോ. ഒരു സത്യഭാമ അവരിന്ന് ജീവിച്ചിരിപ്പില്ല, അവർ പത്മശ്രീ എല്ലാം കിട്ടിയ വലിയൊരു കലാകാരി. ഈ സത്യഭാമയും ഒരു നല്ല കലാകാരി തന്നെയാണ്. നമുക്കെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ്. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ അത് ഇത്തിരി സംസ്കാരം പ്രത്യേകിച്ച് കലാകാരന്മാർക്കില്ലെങ്കിൽ അത് വളരെ നാണക്കേടാണ്. ഈ കറുപ്പ് ഒരു മോശം നിറം ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം കലാഭവൻ മണിയെ ആദ്യമായി നായകനാക്കി സിനിമ നിർമ്മിച്ചത് ഞാനാണ്, മൈ ഡിയർ കരടി എന്ന സിനിമ. അതുകൊണ്ട് എനിക്ക് ഇവർ 2 RLV രാമകൃഷ്ണനെ അറിയാം, സത്യഭാമ ടീച്ചറും കുറേ നാൾ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അറിയാം, ട്രിവാൻഡ്രത്താണ് അവർ താമസിക്കുന്നത്. പക്ഷേ അവർ
പറയാമായിരുന്നു. ഒരു പോയിന്റ് പറഞ്ഞതിനോട് ഞാനും പണ്ട് യോജിച്ചിരുന്നു. പുരുഷന്മാർക്ക് എങ്ങനെയാണ് മോഹിനിയാട്ടം? കാരണം മോഹിനി എന്ന് പറയുന്നത് മഹാവിഷ്ണു മോഹിനിയായിട്ട് വന്നപ്പോൾ അത് സ്ത്രീയായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ മോഹനനാട്ടം ഇല്ലല്ലോ എന്ന് ഞങ്ങളൊക്കെ പറയായിരുന്നു. പക്ഷേ TM ജേക്കബ് സാറ്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് 84-ലാണ് ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം വച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് നമ്മുടെ ആക്ടർ വിനീതിനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. അതിനുശേഷം 91 തൊട്ട് 98 വരെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു സ്റ്റേറ്റ് യൂത്ത്. അതിൽ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയത് ബോബി കൃഷ്ണ. പിന്നീട് ബോബി കൃഷ്ണ കലാപ്രതി, ഇന്ന് ഏറ്റവും വലിയ ഫേമസ് ഡെർമറ്റോളജിസ്റ്റാണ് ബോബി കൃഷ്ണ. ബോബി കൃഷ്ണയ്ക്ക് 5 തവണ കിട്ടി. ബോബി നല്ല കറുപ്പാണ് കേട്ടോ, പക്ഷെ സുന്ദരനാണ്. അപ്പോൾ ഈ കറുപ്പെന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പേ വേറൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പേര് പറയുന്നു ഞാൻ സത്യഭാമയെ ന്യായീകരിക്കും. ഞാൻ സത്യഭാമയെ ന്യായീകരിച്ചിട്ടേ ഇല്ല. ഞാൻ ഒരു പോയിന്റ് ചോദിച്ചത് RLV രാമകൃഷ്ണനെ അല്ല പറഞ്ഞതെന്ന് അവർ പറയുമ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ശ്രീധരൻ നായരാണ് വരുന്നത്, നെടുമുടി എന്ന് പറയുമ്പോൾ വേണുവാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ചാലക്കുടി എന്ന് പറയുമ്പോൾ മണിയെയും RLV രാമകൃഷ്ണനെയും തന്നെയാണ്. പിന്നെ നമ്മൾ ഒന്ന് ആലോചിക്കുക, ആ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ മോഹിനിയാട്ടം എന്ന് പറയുന്നതിൽ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വലിയ കലാകാരൻ ഇന്ന് അതിൽ മാന്യമായി ജീവിക്കുമ്പോൾ അയാളുടെ നിറത്തെ അധിക്ഷേപിച്ച് ആ പറഞ്ഞ വാക്കുകൾ, പിന്നെ അതിൽ ജാതീയ അധിക്ഷേപമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ പെട്ടെന്ന് നിറം പറഞ്ഞു, അതിനെ നമ്മൾ അങ്ങനെ മാറ്റി പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രജനീകാന്ത് കറുപ്പാണ്, ഭാനുപ്രിയ കറുപ്പാണ്, ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം അദ്ദേഹം കറുപ്പായിരുന്നു, IM വിജയൻ കറുപ്പായിരുന്നു. പിന്നെ നമ്മളെല്ലാം കൊച്ചിലെ കാക്കയെ കൂടെ ഇവിടെ എന്നാണ് ആദ്യം നമുക്കൊക്കെ പേരൻസ് പറഞ്ഞിട്ട്, കാക്ക കറുപ്പാണ്. അതുപോലെ എന്താണ് ബാബ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്, ബ്ലാക്ക് ഷീപ്പിനെയാണ് പറയുന്നത്. അപ്പോൾ കറുപ്പ് ഒരിക്കലും മോശമല്ല. അപ്പം ഞാൻ വേറൊന്ന് പറഞ്ഞു, ഈ 7 കളേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ആരോ ഇതിരിക്കണം, അല്ല വൈറ്റ്. നെവർ. ലൈറ്റ് 7 ലൈറ്റുകൾ ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വൈറ്റ് കിട്ടും. പക്ഷേ 7 പെയിൻറ്റുകൾ മിക്സ് ചെയ്താൽ കറുപ്പ് നിറമാണ് കിട്ടുന്നത്. വിബ്ജിയോർ എന്ന് പറയുന്നത് വൈറ്റും ബ്ലാക്കും ഇല്ല, അത് രണ്ടും കളേഴ്സ് അല്ല, അത് രണ്ടും 2 ഷെയ്ഡാണ്. അപ്പോൾ ഈ 2 വശം പോലെ കറുപ്പും വെളുപ്പും, ഞാനിപ്പോൾ കറുപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വെളുപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് രണ്ടിനെയും കുറ്റം പറയാൻ പറ്റും? ഇല്ല. നമ്മൾ സിനിമയിൽ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഈ നിറം ഒരു പ്രശ്നമില്ല. മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കറുത്തവർ മാത്രമാണോ ഇടുന്നത്? അല്ല, ഞാൻ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ചോദിക്കാനിരുന്നതാണ്. എങ്കിൽ പോലും അങ്ങനെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന മേഖലകളില്ലേ, സിനിമ അടക്കം? ഞാൻ ഈ ചാനലുകളെ ഒന്നും മാറ്റി നിർത്തുന്നൊന്നുമില്ല, അതൊരു സ്വയം വിമർശനാത്മക തന്നെ പറയാണ്. സിനിമ അത്തരത്തിൽപ്പെട്ട ഒരു മേഖലയല്ലേ? എന്ത് പറയുമ്പോൾ പോലും കലാഭവൻ മണി പോലും നായകനായിട്ട് എത്ര സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് വന്നത് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അതിന് ചുറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കൃത്യമല്ലേ? അത് മാറ്റി നിർത്തപ്പെടുന്ന മേഖലയിൽ സിനിമയും വരില്ലേ? ഉദ്ദേശിക്കുന്നത് ജാതീയമാണോ അതോ കളറിനെയാണോ? ഞാൻ നിറമാണ് പറയുന്നത്. ജാതീയമായൊരു വിഷയം ഇതിനകത്തുണ്ട് എന്നുള്ളത് അടുത്ത ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ നിറമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കലാഭവമണി ആദ്യമായിട്ട് നായകനാക്കിയത് ഞാൻ നിറം നോക്കിയിട്ടില്ല, അദ്ദേഹത്തിന്റെ കഴിവ് നോക്കിയിട്ടാണ്. ഹരിശ്രീ അശോകൻ കറുപ്പല്ലേ? എത്രയോ സിനിമയിൽ അവന് IM വിജയൻ. എന്തിന് വിനായകനെ എടുക്കൂ? എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റല്ലേ, നല്ല കറുപ്പല്ലേ? അപ്പം ഈ കറുപ്പിനെ കുറിച്ച് ടീച്ചർ സത്യഭാമ ടീച്ചർ പറഞ്ഞതിനോട് ഞങ്ങളെല്ലാം അതിശക്തമായി എതിർക്കുന്നു. ഒരു വ്യക്തിയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്, അതും ടീച്ചറിൻ്റെ പ്രായത്തെ അവർ മാനിക്കണമായിരുന്നു. ഞാൻ ചോദിച്ചു, ടീച്ചർ ബ്ലാക്ക് ഡൈ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ശരിയാണ്. അപ്പോൾ കറുപ്പ് മോശമല്ല, നമ്മുടെ കൃഷ്ണമണി കറുപ്പല്ലേ, നമുക്കതെടുത്ത് കളയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയല്ല, ഒരു വളരെ മോശം രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കലാമണ്ഡലം അതിനെ തള്ളി പറയുകയും ചെയ്തു. അവിടുന്ന് പാസ് ഔട്ടായി പോയ എല്ലാവരും കലാമണ്ഡലത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നകളിപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ അവരുടെ ഒരു പത്രക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വളരെ മോശമായി രാമകൃഷ്ണൻ വലിയൊരു ഡാൻസറാണ്. തീർച്ചയായും ഇതിനകത്ത് ഒരു ജാതി അധിക്ഷേപം കൂടെ ഇല്ലേ? വെറും വർണ്ണമറി മാത്രമാണോ എന്നൊരു ചോദ്യം ബാക്കി വന്നു. ഞാൻ താങ്കളിലേക്ക് എത്താം, ശ്രീ വിനുക്രിയത്ത്. സഞ്ജന ചന്ദ്രൻ, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായി ആണോ? ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഇതിനകത്ത് ഒരു വർണ്ണവെറി മാത്രമാണോ ബാക്കി നിൽക്കുന്നത്? അതൊരു ജാതി അധിക്ഷേപം, അല്ലാത്ത തരത്തിലുള്ള വിവേചനം, മാറ്റി നിർത്തൽ, ഇതെല്ലാം ഇതിനകത്തുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സഞ്ജന, പറയൂ. ഒരു വർഷത്തിന് മുമ്പെയാണ് ഇതേ സമാന ഇഷ്യൂസ് ഇതിനു മുമ്പ് ഉണ്ടാവുന്നത്. കാരണം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ നടത്തിയ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം എല്ലാവർക്കും അറിയാം. ട്രിവാൻഡ്രത്ത് വെച്ച് അങ്ങനെ ഒരു കലോത്സവം നടക്കുകയും അതിൽ ഭരതനാട്യത്തിൽ എനിക്ക് 2ാം സ്ഥാനമായിരുന്നു. ഇവിടെ സ്ഥാനമാനങ്ങൾക്കല്ല പ്രശസ്തി, പക്ഷേ നമ്മൾ കൊടുത്ത കംപ്ലൈന്റിൽ അവർ മറുപടി ആയിട്ട് തന്നിരിക്കുന്നത് ദേവിയുടെ സൗന്ദര്യമില്ല എന്നായിരുന്നു. അതിന്റെ ഒരു നോട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇതാണ് അവർ തന്ന ജഡ്ജ്മെന്റ് പകർപ്പ്. അതിൽ ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്ന് എടുത്ത് അവർ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വിഷയം ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഇന്നും നിറത്തിന്റെയും ആകാരവടിവിന്റെയും ഒക്കെ പേരിൽ നർത്തകി അല്ലെങ്കിൽ നർത്തകന്മാരെ അളക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കൂൾ കലോത്സവത്തിന്റെ നമ്മൾ ജഡ്ജ്മെന്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് തരുന്ന ആ ഒരു ഷീറ്റിൽ ആ ഒരു സ്കോർ ചെയ്യുന്ന ആ ഷീറ്റിൽ എഴുതിയിട്ടുള്ള പ്രത്യേക കാര്യം സൗന്ദര്യം എന്നുള്ളത് പ്രത്യേക ഒരു ഫാക്ടറാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിവേചനങ്ങൾക്കെതിരെ അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ RLV രാമകൃഷ്ണ മാഷൊക്കെ കിട്ടിയ അത്രത്തോളം ഒരു ചർച്ചകൾ ഈ ഒരു പേരിൽ നടന്നു എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇന്നും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ദേവിയുടെ സൗന്ദര്യം എന്നൊക്കെ എടുത്ത് പറയുമ്പോൾ ഇവരാരും ഈ ദേവിയെ രൂപത്തെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തികളല്ല. ആരോ കഥകളിലൂടെ എഴുതി വെച്ചിട്ടുള്ള, നമ്മളെ പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള സോ കോൾഡ് ഈ പറയുന്ന ദേവലോകത്തിന് ആ ഒരു കൺസെപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ദേവിയുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ തന്നെ ഇവര് പറയുന്നത്. അപ്പൊ ഇത്തരം സോ കോൾഡ് സൗന്ദര്യത്തിനെ വെച്ച് മനുഷ്യരായിട്ടുള്ള നമ്മളെ അളക്കുന്നത് വളരെയധികം മോശമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നിറത്തിന്റെ പേരിൽ ആ അതായത് കറുത്ത നിറമുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ഈ സത്യഭാമ ടീച്ചർ പറഞ്ഞ പോലെ, ടീച്ചർ എന്നൊന്നും അവരെ വിളിക്കാൻ പറ്റില്ല, കാരണം അറിവ് പകർന്നു തരുന്നവനാണ് ഒരു നല്ല ഗുരു. അല്ലാതെ ഈ പറയുന്ന പോലെ വിടുവായുത്തം പറഞ്ഞ് അതിനെ മുകളിൽ വീണ്ടും വീണ്ടും പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലം അവരുടെ സ്ഥാപനത്തിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് മുകളിൽ ഇവരെ പരാമർശിക്കാൻ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും അവരുടെ കലാമണ്ഡലം എന്നുള്ള പേര് തന്നെ എടുത്ത് കളയാണ് വേണ്ടത്. കാരണം അതുപോലും അവർ അർഹിക്കുന്നില്ല. ഓരോ വർഷവും കലാമണ്ഡലത്തിൽ നിന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകളാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പോൾ നേരെ തിരിച്ച് ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ ഇഷ്യൂ വന്ന സമയത്തും അന്ന് വളരെയധികം പ്രതികരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇതുപോലെ ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്നും അതുപോലെ ആദിവാസി നൃത്തരൂപങ്ങൾക്ക് ഭാവാഭിനയങ്ങളില്ല എന്നൊക്കെ. അപ്പോൾ ഈ ആദിവാസി നൃത്തരൂപങ്ങളൊക്കെ മാർക്കിടാൻ വരുന്നത് ഈ പറയുന്ന പോലെ MA ഭരതനാട്യം, MA മോഹിനിയാട്ടമൊക്കെ കഴിഞ്ഞ ശാസ്ത്രീയ നൃത്തത്തിൽ ബിരുദമുള്ള ആളുകളാണ്. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഈ ആദിവാസി നൃത്തരൂപങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുക എന്നുള്ളത് അന്നും ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോഴും അവർ പറയുന്നത് ഭാവാഭിനയങ്ങളൊന്നും ആദിവാസികൾക്ക് ഇല്ല എന്നായിരുന്നു. ഈ ആദിവാസി കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഈ ആദിവാസികൾ കലാരൂപങ്ങളൊന്നും തന്നെ ഇവര് നവരസങ്ങൾ പഠിച്ചിട്ടല്ല ഇത്തരം നൃത്തരൂപങ്ങളൊന്നും ചെയ്യുന്നത്. അവര് സന്തോഷ വേളകളിൽ ചെയ്യുന്ന കലാരൂപങ്ങളാണ് നമ്മൾ പൊതുവെ. സഞ്ജന നൃത്തവേദിയിൽ നേരിട്ട് തന്നെ അനുഭവിച്ച ഒരു കാര്യം കൂടിയാണ് സഞ്ജന പറയുന്നത്. അത് സൗന്ദര്യത്തിന്റെ അളവുകോലാണെങ്കിലും നിറത്തിന്റെ അളവുകോലാണെങ്കിലും എല്ലാം അത് ഒരു നൃത്തത്തിന് മാർക്കിടുമ്പോൾ അത് പരിഗണിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അതായത് ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം വിവേചനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് പേർ പലതവണ ഈ നാട്ടിൽ തന്നെ. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ അന്ന് കൃത്യമായി ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചതാണ്. ഈ പറയുന്ന പോലെ ഇപ്പോൾ രാമകൃഷ്ണ മാഷ്ടർക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദു ടീച്ചർ അടക്കം മുന്നോട്ട് വന്ന് അന്ന് ടീച്ചറുടെ കീഴിലാണ് ഈ ഒരു കലോത്സവം നടത്തിയത്. എന്നിട്ട് പോലും ഇവരാരും ഇതിനെതിരെ ശബ്ദമുയർത്താനോ ഇങ്ങനെ ഒരു പരാമർശം എഴുതിയ ആളെ മുന്നോട്ട് കൊണ്ടുവരാനോ അവരുടെ തെറ്റ് തിരുത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ്. ഇന്നും ഞങ്ങൾ കുറച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ വളരെയധികം ട്രോമ ഉണ്ടാക്കിയ ഒരു കലോത്സവമായിരുന്നു. കാരണം ഇത്തരം ജാതീയപരമായിട്ടുള്ള അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലൊക്കെ കലാകാരി അല്ലെങ്കിൽ കലാകാരന് ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ അവിടെ വിഷമങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ താഴ്ന്നു പോകുന്നത് ആ ഒരു കലാകാരന്റെ കഴിവിനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കലയെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഈ പറയുന്ന പോലെ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കലോത്സവ മാനുവലിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഈ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറ്റി മറക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. റൈറ്റ്, തീർച്ചയായിട്ടും. അങ്ങനെ എത്ര ചലഞ്ചസുകളിലൂടെ മറികടന്നുകൊണ്ടാണ് എത്ര പേർ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം കൂടിയാണ് സഞ്ജന ചന്ദ്രൻ. ഞാൻ രാഹുൽ ഈശ്വർ, അനുകൂലിക്കുന്നവരുണ്ടാകും ഈ വിഷയത്തിനകത്ത്, അതിനൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് താൻ പറഞ്ഞതൊന്നും തെറ്റല്ല എന്ന് വീണ്ടും വീണ്ടും നർത്തകി സത്യഭാമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കറുത്തവരായിട്ടുള്ള കറുത്ത നിറമുള്ള നൃത്തത്തോട് ഇഷ്ടമുള്ള നൃത്തം പഠിക്കുന്ന എത്രയോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്നത്തെ പരാമർശം എത്ര മുറിവുണ്ടാക്കിയിട്ടുണ്ടാകും എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇത് ഒരു സംഭവമല്ല, ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ആവർത്തിക്കാതിരിക്കുന്ന സംഭവമല്ല. വീണ്ടും വീണ്ടും പല രൂപത്തിൽ പല സത്യഭാമമാരിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഏത് പോയിന്റിലാണ് ഒരു ന്യായീകരണം കണ്ടെത്താൻ കഴിയുക? പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൈവം ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണൻ കറുപ്പ് നിറവാണ്.
പുരുഷോത്തമൻ എന്ന് പറയുന്നത് ശ്രീരാമൻ കറുത്ത നിറമാണ്. മഹാവിഷ്ണു മുതൽ മഹാത്മാഗാന്ധി വരെ, മഹാത്മാഗാന്ധിയുടെ കറുത്ത നിറം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വഴിമാറുകയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനൊക്കെ കാരണമാകുകയും ചെയ്തു. അതുകൊണ്ട് കറുപ്പിനോട് ഒരു കാരണവശാലും നമുക്ക് ഒരൈത്തവോ മറ്റോ ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ സത്യഭാമ ടീച്ചർ പറഞ്ഞതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുബോധം അങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫെയർനെസ് സ്ക്രീൻ വിൽക്കുന്ന രാജ്യങ്ങളിലും ഇന്ത്യയാണ്. ഫെയർ ആൻഡ് ലവ്ലിയുടെ പേര് മാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞ് വിറ്റാലും കോടിക്കണക്കിനോ ബില്യൺ കണക്കിനോ രൂപ നമ്മുടെ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ ഔട്ട്റേജ് ചെയ്യുന്നതിന് പകരം സത്യസന്ധമായി അപർണയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ, സിനിമാ മേഖലയിൽ അടക്കം പല രംഗങ്ങളിലും കളറിസം എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന വർണ്ണത്തിന്റെ ബേസിലുള്ള ബയസ്, വർണ്ണ വിവേചനം വളരെ സ്ട്രോങ് വേർഡാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. വർണ്ണത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഒരു ബയസ് ഉണ്ട്. 3, ഒരു കാരണവശാലും ഇതിനെ ജാതിയായിട്ടൊന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അത് മറ്റൊരു രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതാണ്. ഇതിനെ സ്വത്വ ജാതികളുമായി കൂട്ടിച്ചേർത്ത് കറുത്തവരും വെളുത്തവരും ഒന്നും, ആര്യനും ദളിതനും അല്ലെങ്കിൽ ബ്രാഹ്മണനും ദളിതനും ഒക്കെ പറയുന്നത് അതിന് മറ്റൊരു അജണ്ടയോ മറ്റൊരു നെറേറ്റീവോ ആണ്. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഭഗവാൻ കൃഷ്ണനും ശ്രീരാമനും മഹാവിഷ്ണു മഹാത്മാഗാന്ധിയും ഒക്കെ ഇരുണ്ട നിറത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. പക്ഷെ ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ മോഹിനിയാട്ടത്തിലെ മോഹിനിയും പുരുഷനാണ്. മഹാവിഷ്ണുവിന്റെ സ്ത്രീ അവതാരമാണ് നമ്മൾ മോഹിനിയായി വരുന്നത്. KM അബു അടക്കമുള്ളവർ, രാമകൃഷ്ണൻ അടക്കമുള്ള പുരുഷന്മാർ തന്നെ മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുബോധം, അതിനൊരു കളറിസം ഉണ്ടെന്ന കാര്യത്തിൽ നമ്മൾ കള്ളം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം ഡാർക്കാക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? അല്ല. പക്ഷേ ഇത് സമൂഹത്തിൽ ഒരാളെയും വ്യക്തി അധിക്ഷേപം ചെയ്യാത്ത രീതിയിൽ പറയണം. ഒരുപക്ഷെ ടീച്ചർ സൂചിപ്പിക്കേണ്ടിയിരുന്നത് അങ്ങനെ ബയസ് ഉണ്ടെങ്കിൽ മാറ്റണമെന്നായിരുന്നു. അങ്ങനെ ബയസ് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, ഒരുപാട് പേര് രാഹുൽ, ഒരുപാട് പേര് ഇതിനെ അനുകൂലിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതൊന്നും ഞാൻ തിരുത്തില്ല, പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, വീണ്ടും വീണ്ടും എന്ന് പറയുന്നത്. ചിലരൊക്കെ ഇതിനെ അനുകൂലിക്കും. ആ ചിലർ ആരാണ്? അതാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ രാഹുൽ എന്നോട് പറഞ്ഞു ഇതിലൊരു ജാതിപരമായിട്ടുള്ള വിഷയമില്ല, അത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഒരു അജണ്ടയാണെന്ന് പറഞ്ഞു. അതിലെനിക്ക് സംശയമുണ്ട്. അല്ല, 2 കാര്യങ്ങളാണ്. പൊളിറ്റിക്കലി കറക്റ്റായ ഒരു പക്ഷേ ചാനലിന്റെ മുമ്പിൽ ആരും ഇതുവെന്ന് പറയില്ല. പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന രണ്ടാമത്തെ കാര്യം, ശരിയല്ല എന്ന് തന്നെ നമുക്ക് വാദിക്കാം, സംശയമില്ല. പക്ഷെ അങ്ങനെ അങ്ങനെ തോന്നുന്നവരാരാണ്? നേരത്തെ പറഞ്ഞൊരു വിഷയത്തിലേക്ക്, ഇതിനകത്ത് വർണ്ണവെറി മാത്രമാണ്, ഇതിനകത്ത് ജാതി അധിക്ഷേപം ഇല്ല എന്ന് പറയുന്നിടത്തിട്ട് ഞാൻ ആ പോയിന്റ് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അങ്ങനെ തോന്നുന്നവർ ആരായിരിക്കും? അല്ല, അതിനൊരു സവർണ അവർണ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭഗവാൻ കൃഷ്ണനും വിഷ്ണുവും ശ്രീരാമനും നമ്മുടെ ഏറ്റവും ആരാധ്യരാകാർ. ശ്രീ രാമകൃഷ്ണന്റെ പേരിലുള്ള രാമനും കൃഷ്ണനുമാണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ആരാധ്യന്മാർ. 2 പേർക്കും കറുപ്പോ നീലയോ ഒക്കെയാണ്. നീല പലപ്പോഴും അതാണ്. പക്ഷേ രാഹുൽ, അതും കറുപ്പ് പോലും നീലയാക്കി മാറ്റുകയാണ് ചെയ്തത്. സൗകര്യത്തിന് നീലയാക്കി മാറ്റി. കറുത്ത കൃഷ്ണൻ എന്ന് പറയാതിരിക്കാൻ നീലകൃഷ്ണനാക്കി മാറ്റി. ആ ഒരു തർക്കത്തിലേക്ക് പോകണ്ടല്ലോ, രാഹുൽ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. അല്ല, പക്ഷെ നമ്മുടെ സംഗീതത്തിലെല്ലാം എന്തേ കണ്ണന് കറുപ്പ് നിറമെന്നാണ്. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, കാർവർണൻ എന്ന് തന്നെയാണ് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ചില വംശീയമെന്നോ അല്ലെങ്കിൽ റേസ് എന്നോ ഗ്രൂപ്പ് എന്നോ ഒക്കെ പറയുന്ന ഹിസ്റ്ററിയിൽ നിന്നായിരിക്കാം ഇതുണ്ടായിരിക്കാം. നല്ലെന്ന് പറയുന്നതിന്റെ കാര്യമില്ല. കാര്യം നമ്മുടെ ആര്യ, ദ്രാവിഡ അല്ലെങ്കിൽ നെഗ്രിറ്റോ, അങ്ങനെ പല വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് വരുന്നൊരു ജനതയാണ് നമ്മൾ. അങ്ങനെ ചരിത്രപരമായ അണ്ടർപൈനിങ്സ് കാണാം. പക്ഷെ ഇന്ന് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ടീച്ചർ ജാതിയെന്നോ മതമെന്നോ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവർ വർണ്ണത്തിന്റെ പേരിൽ പറഞ്ഞു, അവരതിൽ വിമർശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അത് പലപ്പോഴും കോർപ്പറേറ്റ് കമ്പനികളിൽ, മീഡിയ ഹൗസസിൽ, സിനിമയിൽ, കലയിൽ, നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ അത് പാത്രീഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം സംഭവിക്കാറുണ്ട് എന്ന് കണ്ണടച്ചു വെച്ച ഒരു ആർട്ടിഫിഷ്യൽ ഔട്ട്റേജ് ടീച്ചർക്കെതിരെ ചെയ്യുന്നതിന് അർത്ഥമില്ല. ഇതൊരു പൊതുബോധം. അതെനിക്കൊരു സംശയമുണ്ട് രാഹുൽ, ഞാനൊന്ന് ഇടപെട്ടിട്ട്. മൃദുല ദേവി, ഇതിനകത്ത് അനുകൂലിക്കുന്നവരുണ്ട്, കൃത്യമായി അനുകൂലിക്കുന്നവരുണ്ട് എന്നൊരു ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് തിരുത്തില്ല, ഞാൻ പറഞ്ഞത് തിരുത്തില്ല എന്നൊരാൾ പറയുന്നത്. അനുകൂലിക്കുന്നവരാരാണ് എന്ന ചോദ്യത്തിനകത്ത് ഇത് വെറും വർണ്ണവരി മാത്രമാണോ, അതോ ഇതിനകത്തൊരു ജാതി അധിക്ഷേപമുണ്ടോ? ഫസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ് മൃദുല, പറയൂ. അപ്പൊ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ ആരും, പലർക്കും സൂചിക്കുന്ന കാര്യമായിരിക്കില്ല പറയുന്നത്, അതുകൊണ്ട് ആരും ഇടയിൽ വരുന്ന പറയരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്. സത്യഭാമയ്ക്ക് കറുപ്പിനോട് ഭയങ്കര അലർജിയാണ്. പിന്നെ എന്തിനാണ് അവരുടെ മുടി ഇങ്ങനെ കറുപ്പിച്ച്, അവരുടെ ഏജ് അനുസരിച്ച് അത് നരയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഡൈ ഇട്ടതായിരിക്കും, അവരത് മുണ്ടനം ചെയ്യേണ്ടതാണ്. അതല്ല, കറുത്ത മുടിയാണെങ്കിൽ അവരത് വെളുപ്പിച്ച് വരണം. അത്രയ്ക്ക് കറുപ്പിനോട് അലർജിയുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു അലർജി അവർ മാറ്റേണ്ടതാണ്. അതുകൊണ്ട് ആ കറുപ്പ് അവർക്ക് വെറുപ്പാണ്, അവരുടെ മുടി അവർ ഉപയോഗിക്കാൻ പാടില്ല. ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയുന്നത്,
ഇപ്പൊ രാഹുൽ ഈശ്വർ ഈ ജാതിയുടെ വിഷയം പറഞ്ഞല്ലോ, വർണ്ണവെറിയെ. ഇപ്പൊ ഞാൻ ജാതിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് സംസാരിക്കേണ്ടത്. കാരണം അത് ജാതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വരന് ആ വിഷയത്തിൽ വിവരമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. പോസിബിലിറ്റി അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. കാരണം UN അംഗീകരിച്ച എത്നിക് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് രാമകൃഷ്ണൻ, RLV രാമകൃഷ്ണൻ. ഇത് UN ശ്രദ്ധയിൽപ്പെടുത്തിയാൽ UN എത്തരത്തിലായിരിക്കും ഇന്ത്യ ഗവൺമെന്റിനോട് എടുക്കുന്ന ഒരു ഇടപെടൽ എന്ന് ഈ വിവരം കൊണ്ട് ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് എന്റെ ഈ ഇന്റലിജൻസ് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എത്തരത്തിലായിരിക്കും ഇടപെടുന്നത്. കാരണം ഇന്ത്യയുടെ പ്രത്യേക പട്ടിക, അതാണ് ഷെഡ്യൂൾഡ്, പ്രത്യേക പട്ടികയിലാണ് ഈ വിഭാഗത്തെ പെടുത്തിയിരിക്കുന്നത്. RLV രാമകൃഷ്ണൻ അടങ്ങുന്ന സമൂഹത്തെ ഇവർ ഷെഡ്യൂളുകളായിട്ട് ഇവരെ പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇന്ത്യയില് ഈ പ്രതിഭൻ പാമ്പിരിക്കുന്നു പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. ഇഴഞ്ഞു നടക്കുന്ന പാമ്പിന് തല ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നത് അതിന് ഇഴയാൻ ഒരു തുണ്ട് ഭൂമി ഉള്ളത് കൊണ്ടാണ്. ഇത്തരത്തിൽ ഭൂമിയുടെ അവകാശമില്ലാത്ത, സ്റ്റേറ്റിന്റെ സ്വത്തവകാശങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഇടപെടുവാൻ പറ്റാത്ത തരം വൾണറബിലിറ്റി ഉള്ള സമൂഹങ്ങളെ സവിശേഷ പരിഗണനയോടെയാണ് പ്രത്യേക പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രത്യേക പട്ടികയിൽപ്പെട്ട ഒരു വ്യക്തിയെയാണ് കറുപ്പ്, കാക്ക തുടങ്ങിയുള്ള പ്രയോഗത്തോടെ പറയുന്നത്. അതായത് ഇവരിത് പറഞ്ഞത് അയ്യങ്കാരോടോ ദീക്ഷിതരോടോ കറുത്ത ഒരു അയ്യങ്കാരോടോ നായരോടോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റത്ത് അയ്യരെന്നോ അയ്യങ്കാരെന്നോ ദീക്ഷിതരെന്നോ പ്രബല തറവാട്ട് പേരുണ്ടായിരുന്നെങ്കിൽ സത്യഭാമയുടെ മുട്ടുവിറച്ചേനെ. ചോദിക്കാൻ യോഗക്ഷേമ സഭയോ NSSോ ഒരു പ്രബല രാഷ്ട്രീയ സംഘടനയോ റൂളിംഗ് പാർട്ടിയോ വരികയില്ല എന്നുള്ള അവരുടെ സവർണ ധാർഷ്ട്യത്തിന്റെ പേരാണ് ജാതി. അതിനെ മറയ്ക്കുന്ന രാഹുൽ ഈശ്വറിന്റെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്ന അദൃശ്യതയാണ് ജാതി. And I have no fear to say in front of to this media that is caste itself. വേദനയോടെയാണ് പറയുന്നത്. അതായത് ആ രീതിയിൽ നടപടി എടുക്കേണ്ട ഒരു സംഭവം ഇതിനകത്തുണ്ട് അല്ലെ മൃദുല? And you have to take action because we are belonging to a vulnerable community here. That is why Rahul Ishwar, I'm speaking in English because of my emotional imbalance. You know that. You have to understand. അവര് ആദ്യം പറഞ്ഞപ്പോഴും പ്രതികരിച്ചില്ല. പക്ഷേ രണ്ടാമത് പറഞ്ഞത് ഞാൻ പറയും എന്ന് പറയുന്ന അവരുടെ സവർണ ധാർഷ്ട്യമാണ്. അതല്ല എന്ന് പറയുവാൻ രാഹുൽ ഈശ്വറിന് ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു, സ്വന്തം മുറ്റത്ത് വന്നിരുന്നു പറയുന്നത് പോലെ പറയുവാൻ സാധിക്കുന്നത് രാഹുൽ ഈശ്വർ. അത് ജാതിയാണ് രാഹുൽ ഈശ്വർ. ജാതി നിങ്ങൾക്ക് നമുക്ക് എടുത്തു കാണിക്കാൻ. എനിക്ക് ദിനുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരല്പസമയം രാഹുലിന് കൊടുക്കണം. രാഹുൽ അതിനുള്ളൊരു മറുപടി, അതായത് ഒരു UN ഇടപെടൽ പോലും ഉണ്ടായാൽ നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്ക് പോകണ്ട. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു ജാതി കടന്നു വരുന്നത് എന്ന് പറയാൻ ഞാൻ സമർത്ഥിച്ചതിന്റെ പോയിന്റാണ് മൃദുല പറഞ്ഞത്. ഒറ്റ കാര്യമേ ഉള്ളൂ. മൃദുല ഒരു മിനിറ്റ് മൃദുല, ഒറ്റ വരി മാത്രമേ ഉള്ളൂ. മൃദുല മാഡത്തിന്റെ ഔട്ട്റേജിനെ ബഹുമാനിക്കുന്നു, ആ ഔട്ട്റേജിനെ, മാഡത്തിന്റെ വികാരത്തെ അംഗീകരിക്കുന്നു. യഥാർത്ഥത്തിൽ മാഡം പറഞ്ഞോട്ടെ, അവിടെയാണ് പറഞ്ഞോട്ടെ. മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ഒരിക്കൽ പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ആ ചിന്താധാരയെ അംഗീകരിക്കുന്നു. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അല്ല മാഡം ഒന്ന് തീർത്തോട്ടെ, ഞാൻ ഒരു വരി തീർത്തോട്ടെ മാഡം, ആ ഒരു വരി തീർത്തോട്ടെ. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന തെറ്റായ ജാതീയത സമ്പ്രദായത്തിനോടൊക്കെയുള്ള മാഡത്തിന്റെ കലഹമാണ്. അതിനോട് ബഹുമാനിക്കുന്നു. അതിനോട് കലഹിച്ചാണ് വിവേകാനന്ദ സ്വാമിയും ഗാന്ധിജിയും എല്ലാം ആധുനിക രീതിയിൽ നമ്മളെ എല്ലാവരെയും മാറ്റിയത്. ആ മാഡത്തിന്റെ വികാരത്തെ അംഗീകരിക്കുന്നു. അവിടെയാണ് ഗാന്ധിജി അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞ് കോട്ട് ചെയ്തത്. തലതല്ലി പൊളിക്കാതിരിക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ ആത്മനിയന്ത്രണമാണ്. പക്ഷെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ ജാതി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഭഗവാൻ കൃഷ്ണന്റെ കാര്യമോ ശ്രീരാമന്റെ കാര്യമോ ഒക്കെ പറയുന്നതിന്റെ റീസൺ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ജാതിയെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മൾ ജാതിയെ വലിയൊരു തവണ വരെ അതിജീവിച്ചില്ലേ? മാഡം ഒരു വരി മാത്രം കേട്ടു. മാഡം ഒരു വരി മാത്രം, ഒരു റിക്വസ്റ്റ് മൃദുല മാഡം, ഒരു വരി മാത്രം. നമ്മൾ വലിയൊരു പരിധി വരെ ജാതിയെ അതിജീവിച്ചില്ലേ? ഇനിയും അതിന്റെ ചില ഇല്ലിഫക്ട്സ് കാണാം. നമ്മൾ ജാതിയെ അതിജീവിച്ചു, അല്ലെങ്കിൽ ജാതീയതയെ അതിജീവിച്ചു, അതിന്റെ തെറ്റുകളെ മനസ്സിലാക്കി. ഞങ്ങൾക്ക് കയറുവാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്ത് പരിഹരിച്ചെന്നാണ്
അവിടെയാണ് മാഡം ചില പ്രശ്നങ്ങൾ പെൻഡിങ് കാണാം, അതിനെക്കുറിച്ച് തർക്കങ്ങളും കാണാം, പോട്ടെ. പക്ഷെ വലിയൊരു പരിധി വരെ ജാതീയതയുടെ തെറ്റായ കാര്യങ്ങളെ അതിജീവിക്കാൻ മന്നത്ത് പത്മനാഭന്റെ സവർണ ജാതി അടക്കമുള്ളത് മുമ്പോട്ട് വരുന്നത്, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മുമ്പോട്ട് വരുന്നത് നമ്മുടെ തെറ്റായ കാര്യങ്ങളെ അതിജീവിക്കാനാണ്. അതിന്റെ ബാക്കി പത്രങ്ങൾ കാണാം, ഇനിയും പെൻഡിങ് ആയ ജോലികൾ കാണാം, ഇനിയും ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞൊരു നൂറ്റാണ്ടിന് ശേഷം ഹിന്ദു സമൂഹം വലിയ രീതിയിൽ മുമ്പോട്ട് പോവുകയും ജാതീയതയുടെ തെറ്റായ കാര്യങ്ങളെ ഗാന്ധിജിയുടെയും വിവേകാനന്ദന്റെയും അല്ലെങ്കിൽ അംബേദ്കറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് മാറുകയും ചെയ്തു. അപ്പോൾ എല്ലാ വിഷയത്തിലും ഈ ജാതി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ചിന്തിക്കണം. അവർ വർണ്ണത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, ജാതിയും ഉപജാതിയും ചരിത്രവും കൂട്ടിവെച്ച് അതൊരു വംശീയ വെറിയുടെ നറേറ്റീവിലേക്ക് കൊണ്ടുപോകണോ, അത് മാത്രമായി ചർച്ച ചെയ്യണോ, നമ്മൾ അതിജീവിച്ച കാര്യങ്ങളെ വീണ്ടും കൊണ്ടുവരണമെന്ന് മാഡം ചിന്തിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥന. ഓക്കെ, ഞാൻ തിരികെ എത്താം ദിനുവയിലേക്ക്. ദിനു, വെയിലത്ത് പോയിട്ട് തിരിച്ചെത്തുമ്പോൾ കറുത്തിരിക്കുകയാണ് എന്നൊരാൾ എന്നോട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒരല്പം ഞാനത് എൻ്റെ സ്വയം വിമർശനമായിട്ട് തന്നെ പറയാണ്. ഞാനടക്കം വിചാരിക്കും അയ്യോ എന്ന് വിചാരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു നോഷനുണ്ട്, അത് മാറുന്നില്ല, അത് എല്ലാവരുടെയും ഭാഗത്തുള്ള ഒരു വിഷയമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെ ജാതിയുമായി ആ സ്റ്റാറ്റസ് കോയുമായി ആ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അങ്ങനെ അദൃശ്യവും ദൃശ്യവുമായിട്ടുള്ള വിവേചനങ്ങളുമായിട്ടെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതായിക്കൊണ്ട് സത്യഭാമ എന്ന് പറയുന്ന ഇവര് ഒരു സ്പെക്ട്രോഫോട്ടോമെട്രി സംവിധാനമുള്ള ഒരു ലാബ് തുടങ്ങുന്നത് എത്രയും നന്നായിരിക്കും. നൃത്ത അധ്യാപനമൊന്നുമല്ല അവർ ചെയ്യേണ്ടത്, സ്പെക്ട്രോഫോട്ടോമെട്രി മീൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് തുടങ്ങണം. അതായത് മെലാനിൻ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ് സംവിധാനങ്ങളാണിവ. അപ്പം വരുന്നവരുടെ മെലാനിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് മെലാനിനനുസരിച്ചുകൊണ്ട് മാർക്ക് ഇടാനുള്ള സംവിധാനം ഇവരെ ഒരുക്കണം എന്നുള്ളതാണ് പ്രാഥമികമായി. ഇവരെ പോലെ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് മാത്രം ഉണ്ടാക്കുന്ന നിറത്തിനെ കുറിച്ചിട്ട് വെച്ചുകൊണ്ട് പറയുന്ന ആളുകൾ ഇത്തരം ലാബുകൾ തുടങ്ങുകയാണ് ആദ്യം തന്നെ വേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഒരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനകത്ത് സിംഗിൾ ആക്സിസ് ആയിക്കൊണ്ട് കേവലം നിറത്തിന്റെ മാത്രം സിംഗിൾ ആക്സിസ് ആയിട്ടാണ് നമുക്ക് നോക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷണൽ കിംബർലി ക്രെൻഷോ ഒക്കെ പറയുന്ന ഒരു ഇന്റർസെക്ഷണൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മൾട്ടിപ്പിൾ ആക്സിസിൽ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ വിക്ടിം ആയിട്ടുള്ള വ്യക്തി ഒരേ സമയത്ത് കറുത്ത മനുഷ്യനും അതേ സമയത്ത് ദളിതനായ ഒരു മനുഷ്യനും ആയതുകൊണ്ടാണ്. അതായത് നൃത്തരംഗത്തേക്ക് കടക്കാൻ കഴിയാത്ത കറുത്ത വംശജരായ മനുഷ്യരുണ്ടായിരുന്നു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നൃത്തരംഗത്തേക്ക് കടക്കാൻ പറ്റാത്ത ദളിതരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു. കാളി വീരഭദ്രനെ നമ്മൾ മറന്നു പോകരുത്. മ്യൂസിക് അക്കാഡമിയുടെ സ്പിരിറ്റ് ഓഫ് യൂത്ത് അവാർഡ് കിട്ടിയതിനു ശേഷം എത്ര വേദികളാണ് കാളി വീരഭദ്രനെ പോലുള്ളൊരു ഭരതനാട്യം സ്കോളറിന് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ്. ഇവിടെ എങ്ങനെയാണ് ജാതി വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു രണ്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. വിനായകൻ എന്ന് പറയുന്ന കറുത്ത നിറമുള്ള ഒരു മനുഷ്യൻ തൃശ്ശൂർ ഏങ്ങണ്ടിയൂര് ഇറങ്ങി നടന്നപ്പോഴാണ് ജനനേന്ദ്രിയത്തിൽ വരെ പച്ചമുളക് തേച്ച് കഞ്ചാവാണ് കോളനിയിൽ നിന്ന് വരുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോയത്. എന്നാൽ അതേ ഇടത്തുകൂടെ രാഹുൽ ഈശ്വർ തലയിൽ നീട്ടിയ മുടി കുടുംബയാക്കി കെട്ടി നടന്നു പോയി കഴിഞ്ഞാൽ ഒരുത്തനും കഞ്ചാവാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നില്ല എന്നിടത്താണ് എങ്ങനെയാണ് ജാതിക്കറുപ്പായി മാറുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള പറയാനുള്ളത്. രണ്ട്, കൈലാഷ് വടേക്കർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കേസുണ്ട്. നന്ദാബായി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ബിൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവരെ പോലീസ് പിടിച്ചുകൊണ്ട് അവരെ വീട്ടിലേക്ക് അതിക്രമിച്ചു വന്ന് റേപ്പ് ചെയ്തുകൊണ്ട് ചെരുപ്പുമാല ഇട്ടുകൊണ്ട് നടത്തിച്ചു. ഈ കേസിന്റെ വിധി വരുന്ന സമയത്ത് ഒരാളും രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജാതി പ്രശ്നമല്ല, സ്ത്രീയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആ സ്ത്രീക്ക് കൊടുക്കാൻ ആളുകൾ തയ്യാറായില്ല. അവിടെ ഇരുന്ന ജഡ്ജ് പറഞ്ഞു, അവരോട് ചെയ്ത അതിക്രമമുണ്ടല്ലോ, ചെരുപ്പിടിപ്പിച്ചുകൊണ്ട് നഗ്നയാക്കി നടത്തിയ അതിക്രമമുണ്ടല്ലോ, അതാണ് ജാതി എന്ന്. ഇവിടുത്തെ ജാതി എന്ന് പറയുന്നത് RLV രാമകൃഷ്ണനോട് ഉപയോഗിച്ച ഭാഷയുടെ പേരാണ് ജാതി എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും കറുത്താൽ മക്കൾ കറുക്കുമെന്ന് പറയുന്നു, പട്ടിയുടെ വാലിലും ഭരതനാട്യം എന്ന് പറയുന്നു, കാക്കയുടെ നിറം കണ്ടാൽ പെറ്റതള്ള സൈക്കിൾ എന്ന് പറയുന്നു. അലവലാതി കൂട്ടങ്ങൾ എന്ന RLV രാമകൃഷ്ണൻ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിനെ ഒന്നിച്ചുകൊണ്ട് പറയുന്നു. കറുത്തവർക്ക് സൗന്ദര്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല, RLV രാമകൃഷ്ണനോട് ഉപയോഗിച്ചിട്ടുള്ള ഹീനമായിട്ടുള്ള ഭാഷയാണ് ഇവിടുത്തെ കാസ്റ്റിസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. SC/ST അട്രോസിറ്റി ആക്ടിന്റെ 316 പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ഇവിടെ കൃത്യമായി നടന്നിരിക്കുന്നു.
അദ്ദേഹത്തിനോടല്ലാതെ മറ്റേതൊരു കലാകാരനോടും, കറുത്തിരുണ്ട മറ്റൊരു കലാകാരനോടും ഈ ഭാഷയിൽ അവർക്ക് സത്യഭാമയ്ക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല എന്നിടത്താണ് ഇവിടുത്തെ ജാതി എന്ന് പറയുന്നത്. കാസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് ഇന്ന് വർക്ക് ചെയ്യുന്നത് ഗോപാൽ ഗുരു അടക്കമുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്ന പോലെ തന്നെ കാസ്റ്റ്ലെസ് ആയി നിൽക്കുക, കേവലം ഒരു ആക്സിസിൽ കറുപ്പിനെ മാത്രം പറയുക, ജാതിയെ തൊട്ടില്ലല്ലോ. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കാസ്റ്റിനെ യാതൊരു ഒപ്രഷനും അനുഭവിക്കാത്ത ആളുകൾ വന്നുകൊണ്ട് ഇത് കാസ്റ്റേ അല്ല എന്ന് പറഞ്ഞു വെക്കുകയും കൂടെയാണ് ഇന്നത്തെ ആധുനിക നൂറ്റാണ്ടിൽ ജാതി വർക്ക് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. കറുത്ത നിറത്തിന്റെ പ്രശ്നവും കറുത്ത നിറമുള്ള ദളിതനായതിന്റെ പ്രശ്നം കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഹീനസ് ആയിട്ടുള്ള ഒരു പ്രയോഗം അവർക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അത് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്. ഇന്ത്യക്കകത്തെ 3-1R എന്ന് പറയുന്ന SC അട്രോസിറ്റി വിഭാഗങ്ങളുടെ ഒരു മാനസിക പിന്തുണയുള്ളത് കൊണ്ടല്ലേ ഈ പറഞ്ഞതൊന്നും തിരുത്തുകയില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ, പക്ഷെ ക്ഷേത്രത്തിലോ മറ്റോ പോയി അവതരിപ്പിക്കണം എന്നുകൂടി പറഞ്ഞു ചേർക്കുന്നിടത്തെ ആ ഒരു വലിയ വേദന അത് കേൾക്കുന്നവർക്ക് ഏത് തരത്തിലായിരിക്കും വരിക എന്നൊരു വിഷയം കൂടി ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തു പോയേ മതിയാവുകയുള്ളൂ. തിരികെ എത്താം ചർച്ചയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഫിൻലൻഡിന് ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തുടർച്ചയായ 7ാം വർഷമാണ് ഫിൻലൻഡിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. എയർ ഇന്ത്യ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം ഇനി മഹാരാഷ്ട്ര സർക്കാരിന്റെ കൈകളിലേക്ക്. മുംബൈയിലെ നരിമാൻ പോയിന്റിലെ എയർ ഇന്ത്യ കെട്ടിടമാണ് മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയത്. കെട്ടിടം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഇടപാടുകളും പൂർത്തിയായി. ടൊയോട്ട അർബൻ ക്രൂയിസർ ടേസറിന്റെ ഇന്ത്യയിലെ ലോഞ്ച് 2024 ഏപ്രിൽ 3 നടക്കും. അടിസ്ഥാനപരമായി ഇത് മാരുതി സുസുക്കി ഫ്രോങ്സിന്റെ റീബാഡ്ജ് ചെയ്ത പതിപ്പായിരിക്കും. അകത്തും പുറത്തും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കല്യാൺ സിൽക്സിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടുന്ന വിപുലമായ ഷോപ്പിംഗ് മാൾ കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്സ് ബ്രാൻഡ് അംബാസിഡർ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. വിപുലമായ സിൽക്ക് സാരി ഷോറൂമും ഹൈപ്പർ മാർക്കറ്റും അടങ്ങുന്ന സമ്പൂർണ്ണ ഷോപ്പിംഗ് കേന്ദ്രമാണിത്. സ്വന്തം തറികളിൽ നെയ്തൊരുക്കിയ 2 ലക്ഷത്തിലേറെ പട്ടുസാരികൾ, 200-ലേറെ വിവാഹ ഉപഭോക്താക്കൾക്ക് ഒരേ സമയം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം തുടങ്ങി കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റിന് പ്രത്യേകതകൾ ഏറെയാണെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ്, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, മുഹമ്മദ് ദേവർകോവിൽ, ശ്രേയാംസ് കുമാർ MP തുടങ്ങിയവർ പങ്കെടുത്തു. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBI ഇന്ന് മുഴുവൻ വിവരങ്ങളും ഹാജരാക്കും. സുപ്രീം കോടതി SBIക്ക് നൽകിയ സമയപരിധി വൈകിട്ട് 5-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത്. ബാങ്കിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും വെളിപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന സത്യവാങ്മൂലം നൽകണം. VC-മാരെ പുറത്താക്കിയ ഗവർണറുടെ നടപടിക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കാലിക്കറ്റ് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർമാരായ ഡോക്ടർ MK ജയരാജും ഡോക്ടർ MV നാരായണനും നൽകിയ ഹർജികളാണ് പരിഗണിക്കുക. നാളെ എല്ലാ ജില്ലകളിലും വേനൽ മഴ ലഭ്യമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. അടുത്ത 4 ദിവസത്തെ മഴ സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 57-കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. തേക്കുതോട് സ്വദേശി ദിലീപാണ് മരിച്ചത്. വനമേഖലയിൽ മീൻ പിടിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം പോയപ്പോഴായിരുന്നു ആക്രമണം. ദിലീപിന്റെ സുഹൃത്തുക്കൾ കാട്ടാന ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. യൂത്ത് കോൺഗ്രസിനെയും K മുരളീധരനെയും കടന്നാക്രമിച്ച് പത്മജ വേണുഗോപാൽ. K മുരളീധരൻ രാത്രി പറയുന്നതല്ല, രാവിലെ പറയുന്നത്. വടകരയിൽ അദ്ദേഹം ഒന്നും ചെയ്യാത്തത് മനസ്സ് വട്ട. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വിനു കിരിയത്ത്, കറുത്തവർ എല്ലാ വിഭാഗത്തിലുമുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഉദ്ദേശിക്കണമെന്നില്ല എന്ന് പറയുന്നിടത്തും ഇത് ആരോട് പറയുന്നു, അത് ഏത് ടോണിൽ പറയുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ച ഒരു സംഭവം ഈയിടെ ഉണ്ടായ ഒരു കാര്യമാണ്. അന്ന് അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, മറ്റ് പല ഗായകരുടെയും പേരെടുത്ത് പറയുകയുണ്ടായി, അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് സമ്മതിക്കാൻ നമുക്ക് വലിയ മടിയുണ്ട്.
നമുക്ക് നാണക്കേടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉള്ളിലുണ്ട്. ചില സമയങ്ങളിൽ ഇതൊക്കെ പുറത്തു വരികയാണ്. അങ്ങനെ ചില മേഖലകളിൽ എത്തുമ്പോൾ, നേരത്തെ സഞ്ജന പറഞ്ഞതിനെ എടുത്ത്, അതുകൊണ്ടാണ് ഞാൻ സഞ്ജനയിലേക്ക് പോയത്. ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് അതിലൂടെ കടന്നു പോകുന്ന 1-2 പേരല്ല, അത് ദൃശ്യമാണ്. അതിനകത്ത് വർണ്ണവെറി മാത്രമാണ് എന്ന് പറഞ്ഞ് എങ്ങനെ ചുരുക്കാൻ സാധിക്കും എന്നതാണ്. അതാണ് രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നാരായണ ഗുരുസ്വാമിയും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും അവരും എല്ലാവരും ഇതിനെ മാറ്റാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളതും. ഒറ്റയടിക്ക് മാറില്ല വെച്ചാൽ അത് ചിലരുടെ മനസ്സിൽ അത് അങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജാസി ഗിഫ്റ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൈക്ക് പിടിച്ച് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാൾ വളരെ മാന്യമായിട്ട് ഇറങ്ങിപ്പോയി. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ വേറെ എന്തുകൊണ്ട് ജാസി ഗിഫ്റ്റിനോട് അങ്ങനെ പെരുമാറാൻ പറ്റി? അത് യേശുദാസ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എം ജയചന്ദ്രൻ ആയിരുന്നെങ്കിൽ ഒക്കെ അത് ഉണ്ടാകുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ചില കാര്യങ്ങളുണ്ട്, അത് പറയുമ്പോൾ ഒരു നാണക്കേടുണ്ട്. ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ ഈ തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളത് ചോദിക്കാൻ തന്നെ കൊള്ളില്ലാത്ത ഒരു നാണക്കേടാണ്. രാഹുൽ ഈശ്വറും ഞാനും പറഞ്ഞു, എല്ലാവരും മാറിയിട്ടില്ല. നോക്കൂ, എല്ലാവരും നമ്മുടെ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത്, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ദളിത് സ്ത്രീയായ നല്ല കറുപ്പുള്ള ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഒരു ലെജൻഡായിട്ടൊരു ലേഡിയല്ലേ ഇന്ന് നമ്മുടെ പ്രസിഡന്റ്. പ്രധാനമന്ത്രി ആരാ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ 21-ാം നൂറ്റാണ്ടിലും ജാതീയമായിട്ടുള്ള സംസാരമൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെയാണ് കലാഭവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നടന്മാരുമായിട്ടും എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരുമായിട്ടും ഒക്കെ സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടേ ഇല്ല, വരില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ കലാകാരന്മാരാണ്. നമ്മൾ ഒരു ഹോട്ടലിൽ പോകുമ്പോഴത്തേക്ക് ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോകുമ്പോൾ അവൻ എൻ്റെ വണ്ടി ഞങ്ങളാരും പറയാറില്ല. ഫുഡ് കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ടല്ലോ സിനിമ ലൊക്കേഷനിൽ. ഞങ്ങളൊക്കെ മണി, ഞാൻ പറഞ്ഞില്ല, മണിയുടെ വീട് പാല് കാച്ചിയപ്പോഴും രണ്ടാമത്തെ വീട് പാല് കാച്ചിയപ്പോഴൊക്കെ വീട്ടിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. മണിക്ക് നമ്മടുത്തും തോന്നിയിട്ടില്ല, നമുക്ക് അങ്ങോട്ടും തോന്നിയിട്ടില്ല. പക്ഷേ ചിലരുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ പ്രയോഗങ്ങൾ, നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ, അതൊക്കെ സത്യഭാമ എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞ വാക്കുകളോട് എനിക്കും. പിന്നെ എന്തായാലും മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്ത് കഴിഞ്ഞു. അവർ ഇനി അത് ആർഗ്യൂ ചെയ്ത് വരട്ടെ. പേര് പറഞ്ഞിട്ടില്ല എന്നാണല്ലോ അവർ പറയുന്നത്, അവർ ആർഗ്യൂ ചെയ്യട്ടെ. അപ്പോൾ ഞാനതിനൊരു മറുപടി പറഞ്ഞു, ചാലക്കുടിക്കാരൻ കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മണിയും RLV രാമകൃഷ്ണൻ തന്നെയാണ്. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ശ്രീധരൻ നായരാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. നെടുമുടി എന്ന് പറയുമ്പോൾ വേണുചേട്ടനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുവരെയാണെന്ന് സ്പഷ്ടമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും ഇത് കേസായി ഈ പ്രവണതകളൊക്കെ, ഈ ജാതീയം, നിറം, ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു, പ്രത്യേകിച്ച് കലാകാരന്മാർ. പിന്നെ ഈ RLV രാമകൃഷ്ണൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ സത്യഭാമ ടീച്ചറിന് ഏറ്റവും കൂടുതൽ ഇത് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. RLV രാമകൃഷ്ണൻ ലളിത ചേച്ചി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നപ്പോഴാണ് ഒരു പ്രോഗ്രാം പോലും കൊടുക്കാത്തത്. അയാൾ നല്ലൊരു കലാകാരനല്ലേ. ഇനി RLV രാമകൃഷ്ണനെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിറകിൽ മറ്റൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് കൂടിയാണോ? ഇതെല്ലാം ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ. ആരാ ഉയർത്തിക്കൊണ്ടുവന്നത്? പുറത്തുനിന്ന് ആരെങ്കിലും ആർത്തുന്നത്? പറഞ്ഞത് സത്യഭാമ എന്ന് പറഞ്ഞാൽ CPM-കാരി, ലളിത ചേച്ചി പണ്ട് പറഞ്ഞത് CPM-കാരിയായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. RLV രാമകൃഷ്ണൻ ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം അയാൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അയാൾ ഡോക്ടറേറ്റ് എടുത്ത് അയാൾ അതിൽ നല്ല ശമ്പളം വാങ്ങിച്ച് ഉദ്യോഗസ്ഥനായിട്ട് ജീവിക്കുകയാണ്. ഓക്കെ, ഒറ്റ സെക്കൻഡ്. മൃദുല എന്താണ് പറയാൻ വന്നത്? മൃദുല, അതിനകത്ത് എന്താണ് എതിർപ്പ് പറയാൻ വന്നത്? ഞാൻ പറയാൻ വന്നത് വിനു കിരിയത്തിന്റെ അഭിപ്രായത്തോടെയാണ്. അദ്ദേഹത്തിന് അത് ജാതിയാണെന്നൊന്നും തോന്നുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് റിമൈൻഡ് ചെയ്യും, ഇന്ത്യയിൽ ഇങ്ങനെ ജാതി ഉണ്ടോന്ന് പോലെ അദ്ദേഹത്തിന് സംശയമുണ്ട്. വംശീയ പഠനങ്ങളുടെ കുറവുണ്ട്. ഇപ്പൊ ഈ കലാലോകത്ത് തന്നെ വ്യാപരിക്കുന്നത് കൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല എന്ന്. ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു മേടിച്ച സ്ഥലമാണ്. മീഡിയയിൽ ഞങ്ങളൊന്നും കിട്ടാറില്ല ഞങ്ങൾക്ക് അങ്ങനെ. അതുകൊണ്ട് പറയുന്നത് കേൾക്കുക. മധു മരിക്കില്ലായിരുന്നു, ദേഹത്ത് പുണൂലുണ്ടായിരുന്നെങ്കിൽ. മധു തൊണ്ടയിലെ ബബിളും കുരുങ്ങിയല്ല മരിച്ചത്. പിന്നെ കെവിനെ തല്ലിക്കൊന്നതാണ്, കണ്ണു ശൂലെടുത്ത് കൊന്നത് അദ്ദേഹം ഒരു പുലയനായതുകൊണ്ടാണ്. തേങ്കുറിശ്ശിയിലെ അനീഷ് മരിക്കാനിടയായത് അവനെ തല്ലിക്കൊന്നത് അവന്റെ ജാതിയിൽ അവൻ OBC വിഭാഗക്കാരനായിരുന്ന ലാൻഡ് ലെസ് ആയതുകൊണ്ടാണ്. ലാൻഡ് ലോഡ് വിഭാഗത്തിലുള്ള OBC-യെ കൊന്നതുകൊണ്ട്. അപ്പൊ ജാതി ഇല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കയറി വിളിച്ചൊരു പേരുണ്ട്. അപ്പൊ ജാതി ഇല്ല എന്നൊക്കെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാം, രാഹുൽ ഈശ്വർ കുറച്ചു മുമ്പേ പറഞ്ഞു, എന്നെ ദിനുവിനെയൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ആദ്യമേ കയറിപ്പെട്ടത്. അതായത് ഇന്ത്യയും ഓസ്ട്രേലിയയും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഓസ്ട്രേലിയ ആദ്യം കയറി പറയും ഞങ്ങൾ ഇന്ത്യ ഇത്ര റൺസിന് തോൽപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ പറഞ്ഞു സ്വത്വവാദത്തിന് പ്രത്യേക അജണ്ട കൊണ്ടാണ്. ഈ അജണ്ട കൊണ്ട് ഞങ്ങൾ ഒരു ജീരക മുട്ടായി പോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇനി അഥവാ മൃദുലാദേവിയൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഈ കപ്പാസിറ്റി വെച്ച് ഞാൻ ദ്രൗപദി മുർമു ആയേനെ. അതാകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ റബ്ബർ സ്റ്റാമ്പ് ആകാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ധൈര്യത്തോടെ. ഇനി ഇവര് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നോ? പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ കുറച്ച് സവർണർ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ കളിച്ചോളാം ഈ ഡാൻസ് ഒക്കെ.
നീ കക്കൂസ് കഴുകിക്കോ, ഓട കഴുകിക്കോ എന്നാണ് അവര് പറഞ്ഞത്. അതായത് ഞാൻ പറയാം, ആടങ്കയിൽ ആടടി പെണ്ണേ പാലുവം പെണ്ണേ, അല്ലെങ്കിൽ നാട്ടാർക്കു കളം കൊടു പെണ്ണേ എന്ന് ചെങ്ങന്നൂർ ആദ്യപ്പാട്ടുകളില് 14-ാം നൂറ്റാണ്ടുകളിൽ തന്നെ ജാതി അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സമൂഹം അവളോട് പറഞ്ഞപ്പം അവൾ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ആടുകയും പാടുകയും ചെയ്യും, ഞാൻ എന്റെ സ്പേസ് ആർക്കും വിട്ടുതരില്ല എന്ന് പറഞ്ഞ ആ ഹിസ്റ്ററി മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആധുനിക യുഗത്തിലെ ചട്ടമ്പി സ്വാമിയെയും മന്നത്ത് പത്മനാഭനെയും, അതായത് ശൂദ്ര സമൂഹം സവർണ ജാഥ എന്ന് എഴുതിക്കൊണ്ട് സവർണരായ ആ നായർ കമ്മ്യൂണിറ്റിയുടെ ബലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയരുത്. അതിനൊക്കെ എത്രയോ മുമ്പേ കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിന് ചരിത്രങ്ങൾ എന്ന് പൊയ്യലപ്പച്ചൻ പാടിയിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടില്ല. മഹാത്മാ അയ്യൻകാളി 20,000 രൂപ മുടക്കി തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് വില്ലുവണ്ടി ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടില്ല. നിങ്ങൾ ആകെ കണ്ടിട്ടുള്ളത് ഇതിനൊക്കെ ചെയ്യാതടങ്ങുമോ പതിതാരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പാട്ട് മാത്രമാണ്. അതിനൊക്കെ മുൻപേ തന്നെ പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ 1818 ഭീമ കൊറേഗാവ് മുതൽ ഞങ്ങൾ ഈ ജാതിക്കെതിരെ സംസാരിച്ചു തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. സവർണരുടെ ഔദാര്യമല്ല ഇത് സവർണരായിട്ടുള്ള പ്രക്ഷോഭകാരികളുടെ ഔദാര്യമായിട്ട് മതിക്കേണ്ട ചിലതല്ല. അതുകൊണ്ടാണ് ചില വാക്കുകൾ പറയുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അത് അവർണരും സവർണരുമാകണ്ട, കേൾക്കുന്നവർക്ക് മനസ്സിലാകും. രാഹുൽ അല്ല, വളരെ വളരെ വിനയത്തോടെ രണ്ട് മറുപടി. ഒന്ന്, മധു എന്ന് പറയുന്ന നമ്മുടെ ആദിവാസി സമൂഹത്തിലെ സഹോദരൻ ദൗർഭാഗ്യവശാൽ മരിച്ചപ്പോൾ പറഞ്ഞോട്ടെ മധു എന്ന ആദിവാസി സഹോദരൻ മരിച്ചപ്പോൾ ആദ്യമായി അവിടെ സഹായവുമായി എത്തിയത് ഈ പൂണൂലുട്ട രാഹുലീശ്വറാണ്. 1.5 ലക്ഷം രൂപ എനിക്ക് അത്രേ അറേഞ്ച് ചെയ്യാൻ പറ്റിയുള്ളൂ. ശ്രീ വീരേന്ദ്ര സെവാഗ് എന്ന് പറയുന്ന നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരനിൽ നിന്ന് 1.5 ലക്ഷം രൂപ അവിടെ. മാഡം പറഞ്ഞോട്ടെ കേൾക്കൂ. ശ്രീ മധുവിന് അങ്ങനെ മധുവിന്റെ മാഡം മറുപടി മാഡം മധുവിന്റെ എക്സാമ്പിൾ ഞാൻ പോയിന്റഡ് ആയിട്ട് ഉത്തരം പറയുകയാണ്, ബ്രോഡായി ഫിലോസഫി പറയുകയല്ല. ആ മധുവിന്റെ സമൂഹത്തിൽ മധുവിന്റെ അമ്മയെ ഞാൻ ചെന്ന് കണ്ടിരുന്നു. ആദ്യമായി സഹായിക്കാൻ എത്തിയത് ഹിന്ദു ഐക്യവാദിയായ രാഹുലീശ്വറാണ്. കാര്യം മധുവിന്റെ കാര്യം വളരെ ജെനുവിനാണ്. എന്നാൽ കഴിയുന്ന ചെറിയൊരു സഹായം, ഒരുപാട് വലിയ സഹായമൊന്നുമല്ല, ചെറിയൊരു സഹായം എനിക്ക് ചെയ്യാൻ കഴിയും. SC/ST കമ്മീഷനിൽ ഒരുപക്ഷെ ആദ്യമായി ഒരു നോൺ SC/STയുടെ പരാതി സ്വീകരിച്ചത് എന്റെ പരാതിയാണ്, ഒരു പ്രത്യേക കേസിൽ. അതിപ്പോഴും നടക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നില്ല. ശ്രീ ദിനു സൂചിപ്പിച്ചതുപോലെ, മൃദുല മാഡം സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വിനു കിരിയത്ത് സാർ പറഞ്ഞ സമീപനമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ എല്ലാ അഭിമാനമാണ് നമ്മുടെ സന്താളി വിഭാഗം. ഒരുപക്ഷെ നമ്മുടെ SC/ST വിഭാഗങ്ങളിൽ ഏറ്റവും പ്രാചീന വിഭാഗമാണ്. നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ പ്രഥമ വനിതയായ ബിരാൻജി ടുഡു എന്നറിയപ്പെടുന്ന നമ്മുടെ ദ്രൗപദി മുർമു നമ്മുടെ സന്താളി സമൂഹത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ അഭിമാനമാണ്, നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന തെറ്റുകൾ സോൾവ് ചെയ്ത് മുമ്പോട്ട് വരാനല്ലേ പറ്റൂ. ഈ ഹിന്ദു ഫ്രെയിംവർക്കിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രെയിംവർക്കിനുള്ളിൽ അങ്ങനെ എടുക്കാം, ഈ ഇന്ത്യൻ ഫ്രെയിംവർക്കിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ രാഹുൽ ഒന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഇങ്ങനെ ചില പേരുകൾ, ചില റബ്ബർ സ്റ്റാമ്പുകളെ കൊണ്ടുവന്നതുകൊണ്ട് കാതലായിട്ടുള്ള റൂട്ട് കോസ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ഭരണഘടന എഴുതിയത് നമ്മുടെ മഹാനായ ബാബാ സാഹേബ് അംബേദ്കറാണ്. ബാബാ സാഹേബ് അംബേദ്കറിന് ആ ശക്തമായ സ്ഥാനം കൊടുക്കാനും നമ്മുടെ രാജ്യത്തെ പുനരുദ്ധരിക്കാനും അവസരമൊരുക്കിയ ആൾക്കാരിൽ ഒരാൾ മഹാത്മാഗാന്ധിയുമാണ്. പൂന പാക്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ സമവായം കണ്ടെത്തി. ഒരുപാട് കാര്യങ്ങളിൽ അംബേദ്കർജിക്ക് മഹാത്മാഗാന്ധിയോട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ തന്റെ മരണം കൊണ്ടുപോലും നമ്മുടെ ഇടയിൽ വിഭിന്നത ഉണ്ടാകരുത്, അല്ലെങ്കിൽ മരണം കൊണ്ടുപോലും നമ്മളെ ഒന്നിപ്പിക്കണമെന്ന് വിചാരിച്ചൊരു രാഷ്ട്രപിതാവാണ് നമുക്കുണ്ടായിരുന്നത്. അദ്ദേഹവും വർണ്ണവിവേചനം നേരിട്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരു ട്രെയിനിൽ നിന്ന് വർണ്ണവിവേചനം കാരണം പുറത്തുപോയത് കാരണമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ പോലുമായി മാറുന്നത്. അപ്പൊ നമ്മൾ സമവായം കണ്ടെത്തണ്ടേ? പണ്ട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേരിൽ ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് അടികൂടി പോവുകയാണോ വേണ്ടത്? ചരിത്രത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു വരി കൂടി പറഞ്ഞു ഒറ്റ വരി എടുക്കൂ. അതിന് ശ്രീ ഡിനു ക്ഷമിക്കുക, അതിന് ശ്രീമതി മിഥിലാദേവി മാഡം ക്ഷമിക്കുക. പക്ഷെ ചരിത്രത്തിന്റെ തെറ്റുകൾ ആവർത്തിക്കാനല്ലല്ലോ, മുറിവുകൾ ഉണക്കാനുള്ളതല്ലേ, ആ മുറിവുകൾ വീണ്ടും വളർത്താനുള്ളതല്ലോ. ആ ഹീലിംഗ് ദ വൂണ്ട്സ്, മുറിവുകൾ ഉണക്കി മുമ്പോട്ട് പോകാൻ നമുക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിയണ്ടേ? അതിലല്ലേ രാഷ്ട്ര നിർമ്മാണം ഉണ്ടാകുക.
ഓക്കെ, സഞ്ജന ചന്ദ്രൻ, വെള്ളക്കൊടി വീശിക്കൊണ്ടാണ് രാഹുൽ അത് പറയുന്നത്, ഒരു സമവായത്തിന്റെ പാതാന്ന്. അത്ര എളുപ്പം അങ്ങനെ ഉണങ്ങുന്ന മുറിവുകളാണോ ഈ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്? നേരത്തെ സഞ്ജന പറഞ്ഞതുപോലെ എത്ര വെല്ലുവിളികൾ മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് കടന്നു വരുന്നത്. ഒരു കലാരംഗത്ത് നിൽക്കുമ്പോൾ, കലാരംഗത്ത് അങ്ങനെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളെ കുറിച്ച് സഞ്ജന പറയുമ്പോൾ, നേരത്തെ ശ്രീ വീനു കിരിയത്ത് പറഞ്ഞ പോലെ അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന കടമ്പകളൊക്കെ തന്നെ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതൊന്നും വളരെയധികം പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടായാലും ഒരു കലാകാരി എന്ന നിലയിൽ വളർന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അതിന് മെയിൻ ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിറവും പിന്നെ ഒന്ന് എൻ്റെ ജെൻഡറുമാണ്. ഈ പറഞ്ഞ പോലെ കേരളം എത്ര നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് വന്ന് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം. ഇപ്പോഴും ഈ പുരാണങ്ങളിലും ഈ ഹിന്ദു സവർണ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഇത് തന്നെ നർത്തകിന് വേണ്ട ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നർത്തകി ലക്ഷണങ്ങളിൽ ആ നർത്തകി യുവതി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നല്ല ശരീര വടിവുള്ളവളായിരിക്കണം. അതുപോലെ തന്നെ ഉയരം കൂടിയവളോ എന്നാൽ ഉയരം തീരെ കുറഞ്ഞവളോ ആയിരിക്കരുത്. വണ്ണം കൂടിയവളോ വണ്ണം തീരെ മെലിഞ്ഞ സ്ത്രീയോ ആയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും ഞാനിപ്പോൾ BA ഭരതനാട്യ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് സെന്റ് തെരേസസ് വുമൺസ് കോളേജിൽ. അപ്പൊ ഞാനാണെങ്കിൽ പോലും എനിക്കൊക്കെ ഇത് പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇത് സിലബസിൽ ഇത് പഠിക്കുമ്പോഴും എൻ്റെ ഒരു വ്യക്തിത്വം എന്നുള്ളത് ഇത്തരം ചട്ടക്കൂടലുകളൊക്കെ മാറ്റി ഇനി വരുന്ന കാലഘട്ടത്തിലെങ്കിലും കുറച്ചും കൂടി എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിലും ഈ ശാസ്ത്രീയ നൃത്തങ്ങളിൽ ഈ വന്ന തെറ്റുകളെ മായ്ച്ച് നല്ല ഒരു കല അല്ലെങ്കിൽ കലാജീവിതം കെട്ടിപ്പടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരം സിസ്റ്റത്തെ മാറ്റിവെച്ച് ഈ കലയിലേക്ക് എന്നാണോ ഈ ജാതിയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൈകടത്താൻ തുടങ്ങിയത്, അന്നു തൊട്ടാണ് ഈ കലാകാരന്മാർക്ക് ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നെ സംബന്ധിച്ചായാലും കേരളീയം പോലെയുള്ള നല്ല നല്ല വേദികളിൽ, അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ എത്രയോ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, നൃത്തോത്സവങ്ങൾ, ഒരുപാട് ദേശീയ നൃത്തോത്സവങ്ങൾ. അത് എത്ര ദേശീയ നൃത്തോത്സവങ്ങൾ ഈ പറഞ്ഞ പോലെ കറുത്ത നിറമുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ ജാതീയപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളും ഈ പറഞ്ഞ പോലെ മറ്റ് ജെൻഡറിലുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എന്നെ പോലുള്ള വ്യക്തികളൊക്കെ, പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ എത്ര പേരെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം അവസരങ്ങളൊക്കെ ഇപ്പോഴും സോക്കോൾഡ് വെളുത്ത നിറമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാതീയമായി ഉയർന്നു നിൽക്കുന്ന ആളുകളെ കയ്യിലാണ് ഇത്തരം വേദികളൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വളർന്നു വരാൻ ഇന്നും സമരം ചെയ്തും കൊടി പിടിച്ചും ഇതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം അറിയിച്ചൊക്കെ മുന്നോട്ട് വരേണ്ടത്. ഒരുപക്ഷെ ഇപ്പൊ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത, ഇപ്പൊ രാമകൃഷ്ണ മാഷ് കിട്ടുന്ന ഒരു കഴിഞ്ഞ വർഷം ഒന്നും നടത്തിയ ഈ പ്രകടനത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിലൊന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടിയിരുന്നില്ല. കാരണം ഇപ്പോഴും അടിച്ചമർത്തലുകളും മാറ്റി നിർത്തലുകളും ഒരുപാട് അനുഭവിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്കിടയിലും ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ദിനു, അതായത് വിവേചനം വരുന്നത് പല തരത്തിലാണ്. അത് നിറമാകാം, സഞ്ജന പറഞ്ഞതുപോലെ അത് ലിംഗത്തിന്റെ ബേസിലാകാം. ഇതിങ്ങനെ പലതരത്തിൽ വിവേചനം വരുമ്പോൾ ഇതിനകത്തൊരു ജാതി ഉണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു വിഷയമുണ്ട് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ള ഒരു ആരോപണം മറുവശത്ത് നിന്ന് വരാറുണ്ട്. ആ ഒരു ബേസിലാണ് ചോദിക്കുന്നത്. അതായത് ഏതൊക്കെ തരത്തിലാണ് വിവേചനം? എല്ലാ വിവേചനങ്ങളിലും അങ്ങനെ ഒരു ജാതി കണ്ടെത്താൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ മറുഭാഗം ചോദിക്കുക. അതിനുള്ള മറുപടി കൂടി. ഞാനൊരു സമൂഹശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിൽ ഇന്ത്യക്കകത്തുള്ള പഴയ തിയറികൾക്കകത്തുള്ള സിംഗിൾ ആക്സിസ് മെത്തേഡിനെ പഴകിയ മെത്തേഡായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു ഇൻ്റർനാഷണൽ സ്കോളർ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇൻ്റർസെക്ഷണൽ ആയിക്കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസണുകൾ നമ്മൾ ഓരോ സാമൂഹിക പ്രശ്നത്തിന് കണ്ടെത്തണം എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് തന്നെയാണ് ജാതി കൂടി ഇതിലെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ പ്രാഥമികമായി അവിടെ മുറിവുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള മനുഷ്യരുണ്ടാകണം. ഇവിടെ കാസ്റ്റിസ്റ്റ് ആയിട്ട് ഒരു മുറിവ് കൂടി ഉണ്ട് എന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രമേ ഈ സവർണ ഒളിഗാർക്കിക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റൂ. ഇന്ത്യക്കകത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോമുകൾക്കിടയിൽ സവർണ ഒളിഗാർക്കി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾക്ക് മുന്നിൽ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഈ മുറിവിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ കാലാകാലങ്ങളായി നൃത്തവും പാട്ടും ഒക്കെ തന്നെ ജന്മസിദ്ധവും പാരമ്പര്യവുമായി ഒക്കെ കൊണ്ട് നടക്കുന്ന
ഇന്ത്യയിലെ കീഴാള വിഭാഗങ്ങൾക്ക് കൂടി ഇത്തരം ഇടങ്ങളിലേക്ക് വരണമെങ്കിൽ കൃത്യമായി ഇതിനകത്തുള്ള ജാതിയുടെ വിഷയത്തെ കൂടി അഡ്രസ്സ് ചെയ്താൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ അജണ്ട എന്ന് വിളിക്കുന്നത് വളരെ കൃത്യമായി കൊണ്ട് ഈ ഒളിഗാർക്കി നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനെ ഭയക്കുന്നത് എന്നുള്ള കാര്യം ഉറച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജൂഡിത്ത് ജോമിസണിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ നൃത്തം ചെയ്യുന്നത് ഞങ്ങളുടെ ഹ്യൂമാനിറ്റിയെ പടർത്താൻ വേണ്ടിയാണെന്ന്. ഞങ്ങളിവിടെ ഞങ്ങൾക്കെതിരെ നടന്ന വലിയൊരു വെർബൽ വയലൻസിനെ നാളെ രാഹുൽ ഈശ്വറിന്റെ അടുത്ത് വന്ന് ഒരാളും പറയില്ല അച്ഛനും അമ്മയും ഇങ്ങനെ ആയതുകൊണ്ട് മകൻ ഇങ്ങനെയാണെന്നോ പട്ടിയുടെ വാലിലും രാഹുൽ ഈശ്വറിന്റെ പ്രസംഗം എന്നോ ഒരാളും രാഹുൽ ഈശ്വറിനെ നോക്കി പറയില്ല. അത് പറയുക ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഇത്തരം ഹീനമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന മനുഷ്യരോട് മാത്രമേ ഇത്തരം മ്ലേച്ഛമായ ഭാഷ മനുഷ്യർ ഉപയോഗിക്കുകയുള്ളൂ. ജാതി എന്ന് പറഞ്ഞാൽ കേവലം അൺടച്ചബിലിറ്റി ദൂരത്തിൽ വെക്കുന്നത് മാത്രമല്ല, സ്ട്രക്ചറൽ ഇന്നിക്വാലിറ്റിയും ഭാഷയ്ക്കകത്തെ സ്ട്രക്ചറൽ വയലൻസ് കൂടിയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് ഈസ് എ ഫോം ആൻഡ് പ്രാക്ടീസ് ഓഫ് ലൈഫ്. ആ ലൈഫിനകത്ത് സത്യഭാമ ജീവിക്കുന്നുണ്ടെന്നും ആ ലൈഫിനെ മാറ്റാൻ അവർ തയ്യാറാവണം എന്നുള്ളതാണ്. ഡോക്ടർ BR അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദളിതർക്കും ആദിവാസികൾക്കും എന്ത് ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചാൽ പോല ഇന്ത്യക്കകത്ത് സവർണ സമൂഹത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാം നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. ആ നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിലെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ ഭാഗമാകുന്നത്. അനോക് ഗ്യായെ പോലുള്ള സദേൺ സുഡാനിലെ ആളുകൾ $15,000-നാണ് ഒരു മണിക്കൂറിൽ ഫാഷൻ ഷൂട്ട് ചെയ്യുന്നത്. കറുത്ത സ്ത്രീ ഇവരൊക്കെ നിൽക്കുന്ന സമയത്താണ് കറുത്ത സ്ത്രീകൾ അവാർഡുണ്ടോ, അവർ ഈ ഇടങ്ങളിൽ എത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒപ്പന മത്സരങ്ങൾക്കകത്ത് വട്ടപ്പാട്ട് മത്സരങ്ങൾക്കകത്ത് മണവാളന്റെയും മണവാട്ടിയുടെയും നിറം എന്താണെന്ന് കൂടി നമ്മൾ ആവർത്തിച്ച് നോക്കണം. ന്യൂസ് റൂമുകൾക്കകത്തെ അവതാരകരുടെ നിറം എന്താണ്, ഓക്സ്ഫാം ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള ഇവരുടെ ജാതി എന്താണ്, ഇത്രയടക്കമുള്ള എല്ലാ കണക്കുകളും നമുക്ക് മുന്നിലുണ്ട്. രാഹുൽ ഈശ്വറിന്റെ വെള്ള സമാധാനത്തിനാണെന്നുള്ള രാഹുൽ ഈശ്വർ കാണിക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഒരുപക്ഷെ വിനു എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന് ഞങ്ങൾ ആരും പറഞ്ഞതിനോട് യാതൊരു സോളിഡാരിറ്റിയും ഇല്ല. അദ്ദേഹത്തിന്റെ ഹോമോ സോഷ്യബിലിറ്റി രാഹുൽ ഈശ്വറിനോട് മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് കൃത്യമായി നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ വെള്ളയോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സമുദായത്തിന്റെ പാമ്പാടിപ്പാട്ടിൽ ഒരു വാക്കുണ്ട്, അതിങ്ങനെയാണ്, ദൈവനൂല് പൊയ്നൂലാണ്, അന്നനൂലാണ് നൂല്. അതിനപ്പുറത്തൊന്നും പറയാനില്ല. ദൈവനൂലിനെ അംബേദ്കർ പറഞ്ഞ പോലെ ഞങ്ങളോട് കാണിക്കുന്ന ഒറ്റ വരി മാത്രം. പാമ്പ് നമുക്ക് ദൈവമാണ്. ശ്രീ പത്മനാഭൻ പാമ്പിന്റെ പുറത്താണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് അനന്തൻ നമുക്ക് ഭഗവാനെ പോലെ തന്നെയാണ്. ചരിത്രത്തിൽ പാമ്പല്ല പാമ്പാടിപ്പാട്ട്, പാമ്പും പാമ്പാടിപ്പാട്ടും ഒരു ബന്ധമില്ല. ഞങ്ങൾക്ക് ഇഴജന്തു അടക്കം എല്ലാം ദൈവമാണ്. ഞങ്ങൾക്ക് ഇഴജന്തു അടക്കം എല്ലാം ദൈവമാണ്. മണ്ണിലും മുന്നിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന രാഹുൽ വിവരക്കേടാണ്. അല്ല, ഞാൻ പറഞ്ഞത് പാമ്പിന്റെ സിംബോളിസം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് പാമ്പിന്റെ സിംബോളിസമാണ്, കൾച്ചറൽ സിംബോളിസമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് കൾച്ചറൽ സിംബോളിസം എന്നുള്ളത്. അതുകൊണ്ട് ദൈവീകത കാണുന്നതാണ്. ഇതിന്റെ എല്ലാം ദൈവീകത കാണുന്നതാണ്. നമുക്ക് സമവായങ്ങൾ തേടാം, സംഘർഷങ്ങളല്ല. ഓക്കെ, റൈറ്റ്. ഏതായാലും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം ഇതിനകത്ത് വ്യക്തമാണ്. അത് പറയാതെ വയ്യ. ആ രീതിയിൽ ഒരു കറുത്ത ഒരു സവർണനായിരുന്നെങ്കിൽ ഈ തരത്തിൽ ഉള്ളൊരു അധിക്ഷേപം ഉണ്ടാകുമായിരുന്നോ എന്നൊരു ചോദ്യമാണ് പാനലിസ്റ്റുകൾ പലരും ഭാഗത്തും ചോദിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് അംഗീകരിക്കാനും സമ്മതിക്കാനും വൈഷമ്യമുള്ള കാര്യമാണ്. ഈ സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. പക്ഷേ അങ്ങനെ ചോദിക്കാൻ മടിയുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നിർഭാഗ്യവശാൽ സമ്മതിക്കാതെ തരമില്ല. അതുകൊണ്ട് തന്നെയാണ് RLV രാമകൃഷ്ണനെതിരെ നടത്തിയത് ജാത്യാധിക്ഷേപമാണോ, അതിന് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുക്കുക തന്നെ വേണോ എന്ന് ചോദിച്ചത് 87% പ്രേക്ഷകരും വേണം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. 10% മാത്രം അല്ല എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും പൂർണ്ണമാകുകയാണ് അന്തിച്ചർച്ച. വളരെയധികം നന്ദി ചർച്ചയിലേക്കൊപ്പം ചേർന്നതിന്. വിനു കിരിയത്ത്, മൃദുലാദേവി, രാഹുൽ ഈശ്വർ, സഞ്ജന ചന്ദ്രൻ, ദിനുവെയിൽ നമുക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു അന്തിച്ചർച്ച. നമസ്കാരം.